നമുക്കിതുപോലുള്ള വിൻറ്റേജ് ഐറ്റംസ് നമ്മളെ വീടിനെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയാലോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷ്മീസ് ക്രാഫ്റ്റ് ഹബ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ കളയാൻ വെച്ചിരുന്ന ഡപ്പയും കുപ്പിയും ഒക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഡപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ എനിക്കൊരു ഐറ്റം ഓർമ്മ വന്നു. അപ്പം നമുക്ക് അതാക്കി മാറ്റാം ഈ കുപ്പീനെ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ആ ഡപ്പേനെ എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ടെക്സ്ചറൊക്കെ സ്മൂത്തായിരിക്കും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ടൊന്ന് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മൗൾഡ് ക്ലേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് 2 കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലേ റെഡിയായി കിട്ടും. അതിനുശേഷം ഇതുപോലത്തെ ബൈൻഡിങ് വയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് കെറ്റിലാണ്. അപ്പോൾ കെറ്റിലിൻ്റെ ഹാൻഡിൽ എങ്ങനെ വരുമോ അതുപോലെ ഒരു ഷേപ്പ് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ബൈൻഡിങ് വയർ വെച്ചിട്ട്. എന്നിട്ട് അതിന് ഒരു പിടി ഉണ്ടാവും. ആ പിടിയിൽ ഇതുപോലെ ഒരു ഹാർഡ് മെറ്റീരിയൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെയായിട്ട് ഈ മൗൾഡ് ക്ലേ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ ഡ്രൈ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ അടപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ മെറ്റൽ പെപ്സി ക്യാൻ്റെ അടിഭാഗമാണ്. അത് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മുടെ അടപ്പിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് യൂസ് ചെയ്തത് ഗ്ലൂ ഗണ്ണാണ്. പിന്നെ ഞാനത് ചേഞ്ച് ചെയ്തിട്ട് സിലിക്കോൺ ഗ്ലൂ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടിരിക്കും. അതിനുശേഷം ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കി അതിൻ്റെ ഏറ്റവും ടോപ്പിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കെറ്റിലിന് എക്സ്റ്റേണലി 2 പാർട്സാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഹാൻഡിലും രണ്ടാമത്തേത് സ്പൗട്ടുമാണ്, അതായത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന ഭാഗം. അപ്പോൾ ആ സ്പൗട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫിംഗർ ഷേപ്പിൽ നമ്മൾ ക്ലേ ഉരുട്ടിയെടുത്ത ശേഷം മുകളിലൊരു കുഴിവും കൊടുത്തിട്ടുണ്ട്. താഴെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് ഒന്ന് വളച്ചിട്ട് ഞാൻ അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സിലിക്കോൺ മൗൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ഷേപ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ 3 ഷേപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണം മാത്രമാണ് നമ്മൾ കെറ്റിലിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് ഇത്തിരി വെച്ചെടുക്കാനായിട്ട് കുറച്ച് പാടുള്ള കാര്യമാണ്. ഇത് കുറച്ച് വയ്ക്കുമ്പം പറ്റും. പിന്നെ അതൊരു 60% എങ്കിലും ഉണങ്ങിയ ശേഷം മാത്രമേ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാവൂ. ഇല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോവും. അപ്പോൾ അത്ര ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അവിടെ തന്നെ പ്ലേസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണം. ഉണങ്ങിയ ശേഷം മാത്രം നമ്മളതിനെ എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഹാൻഡിൽ ഫിക്സ് ചെയ്ത വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അതിന് വേറെ പാടൊന്നുമില്ല. നമ്മൾ അടപ്പിൽ 2 സൈഡിലും ഓരോ ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നീളത്തിന് ബൈൻഡിങ് വയർ ഇട്ടിരുന്നില്ലേ, അത് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് വളച്ച് വെച്ച് കൊടുക്കുക. സൈഡിലേക്ക് കുറച്ച് ക്ലേ കൂടെ വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഹാൻഡിൽ റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കോട്ട് ജെസ്സോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ജെസ്സോ ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം ഉണങ്ങാനായിട്ട് നമ്മൾ വിടണം. എന്നിട്ട് അത് ഉണങ്ങിയ ശേഷം മാത്രം നമ്മളിതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നത് ഒരു ലൈറ്റായിട്ടുള്ള പച്ച കളറാണ്. അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ബോട്ടിലൊക്കെ കളർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രോക്സ് വീണിട്ടുണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ടാണ് ഇതുപോലെ സ്പഞ്ച് വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഞാനതിലേക്ക് ഇച്ചിരി കൂടി ഡാർക്കറായിട്ടുള്ളൊരു ഗ്രീൻ എടുത്തിട്ട് ആ ഡിസൈനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലൊക്കെ കുറച്ച് പറ്റിയിട്ടുള്ളതൊക്കെ ഞാൻ മറ്റേ പഴയ കളർ വെച്ചിട്ട് തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഗ്രീനിന് നന്നായിട്ട് മാച്ച് ചെയ്ത് വരുന്നൊരു ബ്ലൂ കളറാണിത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഏറ്റവും ടോപ്പിൽ ഈ ഡോമൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ സ്റ്റെൻസിൽ എടുത്തിട്ടുണ്ട്. ഈ ഡിസൈനാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതിലേക്ക് ഈ ഡിസൈൻ കൊടുക്കാനായിട്ട് ഒന്നുകിൽ നമ്മൾ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കൾപ്ചർ പേസ്റ്റ് ഉപയോഗിക്കുക. ഞാനിവിടെ വാൾപുട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാൾപുട്ടി ഇച്ചിരി കട്ടിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുകളിൽ ഉപയോഗിച്ച അതേ ബ്ലൂ കളർ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെയിറ്റ് ചെയ്യണം. ഉണങ്ങിയ ശേഷം മാത്രമേ റിമൂവ് ചെയ്യാവൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് റിമൂവ് ചെയ്ത് ഇതുപോലെ ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ പുറത്ത് വശം ഒന്നും കൂടെ ചെയ്തപ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രം അടുത്ത സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യുക. പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്ലൂവും ഗ്രീനും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് കുറച്ചൊരു എലഗൻസ് കൊടുക്കാനായിട്ട് ഇതുപോലെ ഗോൾഡൻ കളർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡോമിൻ്റെ ബ്ലൂവിലേക്ക് ഇതുപോലെ വരകളൊക്കെ ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം.
എന്നിട്ട് ആ ടോപ്പിലെ ഗ്രീൻ പാർട്ടിനും കൂടി ജസ്റ്റ് ഗോൾഡൻ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മുകളിലെ ബീഡിനും കൂടി ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഡിസൈനും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള റാൻഡം ഡിസൈൻ ചൂസ് ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെ പോലെ വരച്ച് പോവാണ്. നമ്മുടെ ഡാർക്ക് ഗ്രീനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ആ ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ച് അതേ ഗ്രീൻ ഉപയോഗിച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് നമ്മൾ താഴെ ആ ഡിസൈനിലും പിന്നെ നമ്മുടെ സ്റ്റെൻസിലിങ് ചെയ്തിട്ടുള്ളിടത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വിൻറ്റേജ് കെറ്റിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള കളേഴ്സല്ലേ, അതുപോലെ നല്ല കോമ്പിനേഷനാണ് ബ്ലൂവും ഗ്രീനും. അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐറ്റം ഉണ്ടാക്കിയാലോ. ഒരു അറബിക് ഫ്യൂഷൻ വരുന്നൊരു വിൻറ്റേജ് ഡെക്കോറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ മിനറൽ വാട്ടറിൻ്റെ ഗ്ലാസ് ബോട്ടിലാണ് ലോങ് ആയിട്ടുള്ളത്, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു റബ്ബർ ബോളാണ്, അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ അടപ്പിൽ മുകളിലൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുങ്കുമച്ചെപ്പിൻ്റെ അടപ്പിൽ വരുന്ന ഒരു മെറ്റൽ പീസാണ്, അതും കൂടി അതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു കോൺ പോലെ ഉണ്ടാക്കിയിട്ട് ഏറ്റവും ടോപ്പിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. ഞാനിതുപോലെ ഒരു ഐറ്റം വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സിലിക്കോൺ മോൾഡിൽ നേരത്തെ ചെയ്തെടുത്ത 2 ഡിസൈൻ ഈ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അത് 2 റിമൂവ് ചെയ്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് അത് ആ ബോട്ടിൽ തന്നെ ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് കൊടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കി റീഫിൽ വെച്ചിട്ടൊരു ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ക്ലാസിക് ലുക്ക് കിട്ടാനായിട്ടാണ് ഇങ്ങനെ കുറേ ക്ലേ ഇട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അപ്പോൾ നമ്മുടെ അടപ്പ് ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹാൻഡിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഹാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കമ്പിയൊന്നും യൂസ് ചെയ്തിട്ടില്ല. ക്ലേ തന്നെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അത് ഡ്രൈ ആയിട്ട് മാത്രം നമ്മൾ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഹാൻഡിലിൻ്റെ ഷേപ്പ് കൊടുത്തെടുത്ത ശേഷം നമ്മൾ സിലിക്കൺ മോൾഡിൽ ചെയ്തെടുത്ത ആ 2 ലീഫിൻ്റെ പീസ് എടുത്ത് നമ്മളിതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് ക്ലേ വെച്ചിട്ട് ഒരു ഡിസൈനും കൂടി ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ നല്ല ക്ലാസിക് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് വെയിറ്റ് ചെയ്യണം ഉണങ്ങാനായിട്ട്. ഉണങ്ങിയ ശേഷം മാത്രം ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ വേറൊരു സിലിക്കൺ മോൾഡ് ഉണ്ടായിരുന്നു, അതിലൊരു ഫ്ലവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഫ്ലവർ ടോപ്പിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ ഒരു സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത വലിയ ഡിസൈന് അതുപോലെ നമ്മൾ ബോഡിയിലേക്കും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഫെവിക്കോളാണ്. പിന്നെ ബോട്ടിൽ ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ താഴേക്ക് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച ശേഷം ഇത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഇത് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാവൂ. അപ്പോൾ 1 by 1 ആയിട്ട് ചെയ്തു പോകാവൂ. മുഴുവനും കൂടെ ഒരുമിച്ച് ചെയ്താൽ അത് ബോട്ടിൽ ഫിക്സായി കിട്ടാനായിട്ട് പാടാണ്. അപ്പോൾ ഹാൻഡിൽ റെഡിയായി. ഇനി നമുക്ക് സ്പൗട്ട് ഉണ്ടാക്കിയെടുക്കണ്ടേ. അതിനിതുപോലെ നീളത്തിനാണ് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ ഈ ബോട്ടിൽ ലോങ് ആയതുകൊണ്ട് തന്നെ നല്ല ലോങ് ആയിട്ടുള്ള സ്പൗട്ട് തന്നെ വേണം. അപ്പോൾ സ്പൗട്ടിലേക്ക് ഒട്ടിക്കാനായിട്ടാണ് സിലിക്കൺ മോൾഡിൽ ഈ ഡിസൈനും കൂടെ ചെയ്തെടുക്കുന്നത്. 2 സൈഡിലേയും ചെയ്യുമ്പോഴത്തേക്കും 2 സൈഡിലേക്കും സ്പൗട്ടിൽ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. എന്നിട്ട് സ്പൗട്ടിന് ഇതുപോലെ ഷേപ്പൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ചരിച്ച് വെട്ടുമ്പോൾ നമുക്ക് ബോട്ടിൽ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതിലേക്ക് നമ്മൾ ഈ സിലിക്കൺ മോൾഡിൽ ചെയ്തെടുത്ത ആ ഡിസൈന് 2 സൈഡിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ചുകൂടി വർക്ക് കൂടുതലാണ് വരുന്നത്. അപ്പം നമുക്ക് മോൾഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ അറബിക് ആയിട്ടുള്ള ഐറ്റംസിൽ കുറച്ച് ഗ്രാൻഡ് ആയിരിക്കും, നമ്മൾ ഡിസൈൻസൊക്കെ ഭയങ്കര ഗ്രാൻഡ് ആയിരിക്കും. അപ്പോൾ ഈ സിലിക്കൺ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ കുറേ ഡിസൈൻസ് കിട്ടും. അപ്പോൾ ഈ സ്പൗട്ട് മാത്രം ഞാൻ ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ആ ഷേപ്പ് ഇത്ര ലോങ് ആയിട്ടുള്ളതിന് ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേപ്പറൊക്കെ തിരികെ വെച്ചിട്ട് മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഹാൻഡിൽ ഇതുപോലെ ക്ലേയും ഗ്ലൂവും കൂടെ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം ഞാൻ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കത് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
ഈ ബോട്ടിൽ ഭയങ്കര സ്മൂത്തായിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇത് പ്ലേസായി വരത്തുള്ളൂ. അതുപോലെ നമുക്ക് ഉണങ്ങും വരെ അതൊരു സപ്പോർട്ടായിരിക്കും ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും. ഉണങ്ങിയ ശേഷം നമ്മൾ മാസ്കിംഗ് ടേപ്പൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് ഞാൻ ഫുള്ളായിട്ട് ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. വിൻറ്റേജ് ഐറ്റംസ് പൊതുവേ എല്ലാവരും ബ്ലാക്ക് ചെയ്തിട്ട് പിന്നെ അതിന് ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ അങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ബോട്ടിൽ ഫുള്ളായിട്ടും ബ്ലാക്ക് കളർ കൊടുത്തെടുക്കുക. ഡിസൈൻ്റെ ഇടയിലൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത് ബ്ലാക്ക് കളർ 2 കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗോൾഡൻ മെറ്റാലിക് വാക്സ് വെച്ചിട്ട് ഇതുപോലെ ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാക്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്കതിനൊരു പഴമ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഗോൾഡൻ ഡസ്റ്റിൽ നമുക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താലും കറക്റ്റ് അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഡിസൈനുള്ള പാർട്ട് ഒഴികെ ബോട്ടിൽ ഫുള്ളായിട്ടും ഞാൻ ഈ ഗോൾഡൻ മെറ്റാലിക് വാക്സാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇതുപോലെ മെറ്റാലിക് റെഡ് കളർ ഉണ്ടായിരുന്നു. റെഡാണെന്ന് തോന്നുന്നു, റെഡ് ടു മെറൂൺ വരുന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു 2 കോട്ട് അത് വെച്ചിട്ട് നമ്മുടെ ഡിസൈനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഉണങ്ങിയ ശേഷം ഒന്നും കൂടെ ചെയ്തെടുത്തപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.